നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രാജ്യസഭാ ചെയർമാനും ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുമായിട്ടുള്ള ജഗദീപ് ധൻഖർ BJP ഏജന്റിനെ പോലെ രാജ്യസഭയിൽ നടത്തിയ നിർണായകമായ വിവാദ പ്രസംഗം ഇപ്പോൾ BJPക്ക് മൊത്തത്തിൽ തിരിച്ചടിയായി മാറുകയാണ്. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ ജഗദീപ് ധൻഖറെ കുറിച്ച് പറഞ്ഞത്, ഇദ്ദേഹം ആ പദവിക്ക് ചേരുന്ന മാന്യമായ രീതിയിലല്ല ഇത്രയും കാലം പ്രവർത്തിച്ചത്. ഓരോ കാലഘട്ടത്തിലും ഓരോരോ രാജ്യസഭാ ചെയർമാൻമാർ അധികാരത്തിൽ വരാറുണ്ട്. അവരാരും കാണിക്കാത്ത രീതിയിലുള്ള പ്രത്യേക ശൈലിയാണ് ധൻഖർ അവിടെ ശ്രമിച്ചത്. നേരത്തെ ബംഗാൾ ഗവർണർ ആയിരുന്നപ്പോഴും BJPക്കാരനായി പെരുമാറിയ ധൻഖർ രാജ്യസഭയിൽ ചെയർപേഴ്സൺ ആയപ്പോഴും അവിടെ അങ്ങനെ തന്നെയാണ് ചെയ്തത്. രാജ്യസഭാ അധ്യക്ഷ സ്ഥാനം എന്നത് കളങ്കരഹിതമായിട്ടുള്ള ഒരു പദവിയായിരിക്കണം. അവിടെ ഇരിക്കുന്ന ആൾ മാന്യത വെച്ച് പുലർത്തണം. രാജ്യസഭയിലെ അംഗങ്ങളോട് എല്ലാവരോടും പക്ഷപാത രാഷ്ട്രീയം കാണിക്കാതെ വിവേകപൂർവം പെരുമാറണം. എന്നാൽ വിവേചനപൂർവം മാത്രം പെരുമാറിയിട്ടുള്ള ധൻഖറിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കാനാണ്? ജയാ ബച്ചൻ ഉൾപ്പെടെയുള്ളവർ ധൻഖറെ പലതവണ ഏറിൽ നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. രാജ്യസഭ പ്രക്ഷുബ്ധമാവുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടത്. തുടക്കം മുതൽ തന്നെ ധൻഖറെ മാറ്റണം, ധൻഖറെ അധികാര സ്ഥാനത്ത് നിന്നും മാറ്റി ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും മാറ്റേണ്ട അനിവാര്യതയിലേക്ക് രാജ്യം നീങ്ങുകയാണ്. ഇദ്ദേഹം BJPയുടെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ, അവരുടെ നിർണായകമായ സുപ്രധാനമായ ബില്ലുകൾ പാസ്സാക്കാൻ വേണ്ടിയാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ പോലും അത് മാന്യമായ രീതിയിൽ പറയുന്നതിന് പകരം അവരുടെ അജണ്ടകൾ മാന്യമായ രീതിയിൽ നടപ്പിലാക്കാൻ ബുദ്ധിപൂർവ്വം ശ്രമിക്കുന്നതിന് പകരം അതൊക്കെ ആക്രോശിച്ച് അധികാരത്തിൻ്റെ ഗർവോടുകൂടി പ്രതിപക്ഷ അംഗങ്ങളെ അപമാനിച്ച് അവർക്കിടയിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയെ ഇനിയും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല എന്നാണ് ജയറാം രമേശും അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെയും ആനന്ദ് ശർമ്മയും ഒക്കെ കൃത്യമായി പറയുന്നത്. കോൺഗ്രസിൻ്റെ നേതാക്കൾ മാത്രമല്ല, തൃണമൂലിൻ്റെ നേതാക്കളും അതിശക്തമായി ജഗദീപ് ധൻഖറിനെതിരെ നേരത്തെ വന്നിരുന്നു. ഇദ്ദേഹം ഗവർണറായിരുന്നപ്പോൾ കാട്ടിക്കൂട്ടിയ കോലാഹലമൊന്നും ഞങ്ങളാരും മറന്നിട്ടില്ല എന്നും ഞങ്ങൾ അതിനെല്ലാം തിരിച്ചടി നൽകിയിരിക്കുമെന്നുമാണ് പറഞ്ഞത്. ഇതോടുകൂടി രാജ്യസഭ പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. ജഗദീപ് ധൻഖർ അധ്യക്ഷനായി ഉള്ളിടത്തോളം കാലം രാജ്യസഭ ഇനി സുഗമമായി നടത്തിക്കൊണ്ടു പോകാം എന്ന് വിചാരിക്കുകയേ വേണ്ട എന്നാണ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായ മല്ലികാർജുൻ ഖാർഗെ സഭയിൽ കൃത്യമായി പറഞ്ഞത്. ഒരു വ്യക്തിയുടെ അന്തസ്സിനെയും മാന്യതയും തേജോവധം ചെയ്ത, പേഴ്സണൽ അറ്റാക്ക് നടത്തുന്ന, പക വീട്ടുന്ന ഇയാളെ പോലുള്ളവർ ആ സ്ഥാനത്തിരിക്കാൻ എന്ത് യോഗ്യനാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ലോക്സഭയിലായിരുന്നാലും അവിടെ ഓം ബിർള BJPക്ക് വേണ്ടി തന്നെയാണ് പണിയെടുക്കുന്നതെങ്കിൽ പോലും അദ്ദേഹം പലതവണയായി കൂടുതൽ BJP നേതാക്കളെ പുകഴ്ത്തുമ്പോഴും കോൺഗ്രസ് നേതാക്കളെ ഇകഴ്ത്താതിരിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. താരതമ്യേന ധൻഖറിന് ആ ഒരു അച്ചടക്കം കുറവാണ്. ധൻഖർ പെട്ടെന്ന് ഒരു ഓവർനൈറ്റ് സക്സസ് ആയ ആളായതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ മുഖഭാവങ്ങളും അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരാറുണ്ട്. ആ ചേഷ്ടകൾ കോൺഗ്രസിനെ തച്ചുടയ്ക്കാമെന്ന് വിചാരിച്ചെടുത്താണ് ധൻഖറിൻ്റെ കളികൾ അസ്ഥാനത്തായത്.